Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1930. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബസ്സിൽ തട്ടിത്തെറിച്ചു വീണ ബൈക്ക് യാത്രികന്റെ ദേഹത്ത് കാറ് കയറി മരണപ്പെട്ടു. കണ്ണപുരം മാറ്റാങ്കിയിൽ ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് അപകടം നടന്നത്. കണ്ണപുരം തെക്കുംപാടൻ വീട്ടിൽ മണിയാണ് മരണപ്പെട്ടത്. ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ചെറുപുഴ കോൺഗ്രസ് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് സ്റ്റാൻഡ് ചുറ്റി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തി. പോലീസ് വലയം ഭേദിച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക് തള്ളിക്കയറുവാൻ ശ്രമം നടന്നത് പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷത്തിന് കാരണമായി. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് ത്രിദിന ധർണ നടത്തുന്നു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷനും NGO യൂണിയനും സംയുക്തമായാണ് മെയ് 21 മുതൽ 3 ദിവസം നീളുന്ന സത്യാഗ്രഹം നടത്തുന്നത്. കണ്ണൂർ ജില്ലയുടെ നെല്ലറയായ ഏഴോത്ത് കൈപ്പാട് കൃഷിക്ക് നിലമൊരുക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. പ്രതിസന്ധികൾക്കിടയിലും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് നിലമൊരുക്കൽ പ്രവൃത്തി നടന്നുവരുന്നത്. വാർത്തകൾ വിശദമായി. ബസ്സിൽ തട്ടി തെറിച്ചു വീണ ബൈക്ക് യാത്രികന്റെ ദേഹത്ത് കാറ് കയറി മരണപ്പെട്ടു. കണ്ണപുരം മാറ്റാങ്കിയിൽ ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് അപകടം നടന്നത്. കണ്ണപുരം തെക്കുംപാടൻ വീട്ടിൽ മണിയാണ് മരിച്ചത്. കണ്ണപുരം ഗുഡ്ലക്ക് ഐസ്ക്രീം കമ്പനിക്ക് സമീപത്ത് വച്ച് ബസ്സിന് പിറകിൽ ഇടിച്ച് ബൈക്ക് യാത്രികൻ റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. റോഡിൽ വീണ യാത്രികന്റെ ദേഹത്ത് എതിരെ വന്ന കാറ് കയറിയാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. നിർമ്മാണ തൊഴിലാളിയും കെട്ടിട നിർമ്മാണ കരാറുകാരനുമായ കണ്ണപുരം ചുണ്ടയിലെ തെക്കുംപാടൻ വീട്ടിൽ മണി എന്ന 47-കാരനാണ് ഞായറാഴ്ച വൈകിട്ടോടെ മരണപ്പെട്ടത്. ചുണ്ടയിലെ തെക്കുംപാടൻ വീട്ടിൽ സരസ്വതിയുടെയും പരേതനായ കണ്ടമ്പെത്ത് നാരായണൻ നായരുടെയും മകനാണ്. ഭാര്യ ബീന, മക്കൾ ആദിത്ത്, മിഥുന. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ചെറുപുഴ കോൺഗ്രസ് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് സ്റ്റാൻഡ് ചുറ്റി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തി. പോലീസ് വലയം ഭേദിച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക് തള്ളിക്കയറുവാൻ ശ്രമം നടന്നത് പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷത്തിന് കാരണമായി. (2023-24) വാർഷിക പദ്ധതിയിൽ റോഡ് വികസനത്തിനുള്ള 1 കോടിയോളം രൂപ ചിലവഴിക്കാതെ സ്പിൽ ഓവർ വരുത്തിയ നടപടിക്കെതിരെയും 3.5 വർഷത്തെ പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെയുമാണ് ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ചെറുപുഴ കോൺഗ്രസ് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് സ്റ്റാൻഡ് ചുറ്റി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തി. ഓഫീസിന് മുന്നിൽ ചെറുപുഴ ഇൻസ്പെക്ടർ PD റോയിയുടെ നേതൃത്വത്തിൽ പോലീസ് നിലയുറപ്പിച്ചിരുന്നു. മാർച്ച് പോലീസ് വലയം ഭേദിച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമം നടന്നത് പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷത്തിന് ഇടയാക്കി. പെരിങ്ങോത്തു നിന്നും കൂടുതൽ പോലീസ് എത്തി. നേതാക്കൾ ഇടപെട്ട് രംഗം ശാന്തമാക്കി. തുടർന്നു നടന്ന യോഗത്തിൽ TP ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുൻ കണ്ണൂർ കോർപ്പറേഷൻ മേയർ TO മോഹനൻ ഉദ്ഘാടനം ചെയ്തു. V കൃഷ്ണൻ മാസ്റ്റർ, A ബാലകൃഷ്ണൻ, ഷാജൻ ജോസ്, മഹേഷ് കുന്നമ്മൽ, സരിൻ തേക്കാട്ടിൽ തുടങ്ങി നിരവധി നേതാക്കൾ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.
പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് ത്രിദിന ധർണ നടത്തുന്നു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷനും NGO യൂണിയനും സംയുക്തമായാണ് മെയ് 21 മുതൽ 3 ദിവസം നീളുന്ന സത്യാഗ്രഹം നടത്തുന്നത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് ത്രിദിന ധർണ നടത്തുന്നു. മെയ് 21 മുതൽ 23 വരെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ത്രിദിന സത്യാഗ്രഹ സമരം നടത്തുന്നത്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷനും NGO യൂണിയനും സംയുക്തമായാണ് 3 ദിവസം നീളുന്ന സത്യാഗ്രഹം നടത്തുന്നത്. മുഴുവൻ ജീവനക്കാരുടെയും ആഗിരണ പ്രക്രിയ പൂർത്തിയാക്കുക, ജീവനക്കാരുടെ മുൻകാല സർവീസ് പരിഗണിച്ച് തസ്തിക നിർണയവും സർവീസ് ആനുകൂല്യ നിർവചനവും നടത്തുക, സ്റ്റാൻഡ് അലോൺ ഓപ്ഷൻ സ്വീകരിച്ച് ജീവനക്കാരുടെ നിലവിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ശമ്പളം സംരക്ഷിക്കുക, ഇന്റഗ്രേഷൻ നടപടികൾ പൂർത്തിയാകുന്നതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തുക, മെഡിസെപ്പ് ആനുകൂല്യം ലഭ്യമാക്കുക, വിരമിച്ച ജീവനക്കാർക്ക് റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംയുക്ത ത്രിദിന ധർണ നടത്തുന്നതെന്ന് KGOA ജനറൽ സെക്രട്ടറി ഡോക്ടർ SR മോഹനചന്ദ്രൻ, കേരള NGO യൂണിയൻ ജനറൽ സെക്രട്ടറി MA അജിത് കുമാർ എന്നിവർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കണ്ണൂർ ജില്ലയുടെ നെല്ലറയായ ഏഴോത്ത് കൈപ്പാട് കൃഷിക്ക് നിലമൊരുക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. പ്രതിസന്ധികൾക്കിടയിലും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് നിലമൊരുക്കൽ പ്രവൃത്തി നടന്നുവരുന്നത്. കണ്ണൂർ ജില്ലയുടെ നെല്ലറയാണ് ഏഴോം. ഇവിടുത്തെ കൈപ്പാടരിക്ക് ഭൗമസൂചിക പദവി ഉൾപ്പെടെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കൈപ്പാട് കൃഷിക്ക് സഹായവുമായി ഇക്കുറിയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനം ലഭ്യമായിട്ടുണ്ട്. അതിരാവിലെ തന്നെ കൈപ്പാട് പ്രദേശത്തെത്തുന്ന ഇവർ കൈപ്പാട് കൃഷിയുടെ ആദ്യ പാഠമായ മണ്ണ് കൂന കൂട്ടുന്ന പ്രവൃത്തിയാണ് ചെയ്തു വരുന്നത്. മുൻകാലങ്ങളിൽ പുരുഷന്മാർ ചെയ്തിരുന്ന ജോലിയാണ് ഇപ്പോൾ ആളെ കിട്ടാതെ വന്നപ്പോൾ സ്ത്രീകളുടെ നേതൃത്വത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾ ചെയ്തു വരുന്നത്. ഏഴത്തെ പ്രധാന കൈപ്പാട് പാടശേഖരങ്ങളായ കണ്ണോം, നങ്കലം, കോട്ടക്കീൽ, അവത്തേക്കൈ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം ഇത്തവണയും കൈപ്പാട് കൃഷി നടത്തി വരുന്നു. ഏറെ ഉത്സാഹത്തോടെയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ നിലമൊരുക്കാൻ എത്തുന്നത്. നിലമൊരുക്കി കഴിഞ്ഞാൽ വിത്ത് പൊറ്റ തട്ടിക്കഴിഞ്ഞിട്ട് അതിൽ വിത്ത് വേറും. ജൂണിലേ തുടങ്ങൂലൂ. മഴ പെയ്ത് കഴിഞ്ഞ് ജൂണിൽ ഈ ഉപ്പ് പോകണം. ഉപ്പ് പോയി കഴിഞ്ഞാൽ വിത്തിലിടും. വിത്തിട്ട് കഴിഞ്ഞിട്ട് അത് മുളച്ച് വരുമ്പം ഒരു വക വലിയ ഞാറാകുമ്പോൾ ഒരു 10-42 ദിവസമായിട്ടാവണം. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ കൊത്തിച്ചാടുമ്പോൾ പെണ്ണുങ്ങൾ പറിച്ചിട്ട് ഓരോ സ്ഥലത്ത് ഇട്ട് കൊടുക്കണം. അങ്ങനെ കൃഷി ചെയ്യുന്നത്. കൈപ്പാട് കൃഷിക്ക് ആവശ്യത്തിന് തൊഴിലാളികളെ കിട്ടാത്തതും ഒരു വർഷം പ്രവൃത്തി നടത്തിയില്ലെങ്കിൽ ആ പ്രദേശത്ത് കണ്ടൽക്കാടുകളും മറ്റു കാടുകളും കയറുന്നതും ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഈ രംഗത്ത് യന്ത്രവൽക്കരണം നടത്താൻ ഇതുവരെ സാധിക്കാത്തതും കർഷകർക്ക് തിരിച്ചടിയാകുന്നു. ഏഴോം പ്രദേശത്ത് കൈപ്പാട് കൃഷി നടത്താൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് നിലമൊരുക്കാൻ ആവശ്യമായ സഹായം ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ച് ചെയ്തു വരുന്നുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് P. ഗോവിന്ദൻ പറഞ്ഞു. ഇപ്പോൾ നമുക്കൊരു ഗുണമുണ്ടായെന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതിയിലെ നിലമൊരുക്കുന്ന ആ ഒരു സ്കീം കാര്യമായി പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് ഏത് കൃഷിക്കാർക്ക് ആവശ്യപ്പെട്ടാലും കൃഷിക്ക് നിലമൊരുക്കി കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. നിലമൊരുക്കുന്ന പ്രവൃത്തി മാത്രമാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യാൻ സാധിക്കുന്നത്. ഇതിനുശേഷം വിത്ത് വിതയ്ക്കുന്നതും ഞാറ് കുത്തിയിറക്കുന്നതും കൊയ്തെടുക്കുന്നതുമെല്ലാം കർഷകർ സ്വന്തമായോ തൊഴിലാളികൾക്ക് കൂലി കൊടുത്തോ ചെയ്യേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ മിക്ക കർഷകരും ഈ രംഗത്ത് നിന്ന് പിറകോട്ടു പോകുന്ന അവസ്ഥയാണ്. എങ്കിലും പ്രതിസന്ധികളെ അതിജീവിച്ച് നിരവധി കർഷകർ ഏഴോത്തെ കൈപ്പാട് നിലത്ത് പൊന്നു വിളയിക്കാനുള്ള ഒരുക്കത്തിലാണ്. അതിമനോഹരമായ കാഴ്ചയാണ് ഏഴോത്തെ കൈപ്പാട് പ്രദേശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നൂറുകണക്കിന് തൊഴിലാളികൾ കൈപ്പാട് നിലമൊരുക്കുന്ന തിരക്കിലാണ്. കൈപ്പാട് നെല്ലിന് ഭൗമ സൂചിക പദവി ഉൾപ്പെടെ നേടിയെടുക്കാൻ ഈ കർഷകരുടെ അധ്വാനത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. ഏഴോത്ത് നിന്ന് ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നികേഷ് താവും, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. VP ശ്രീകണ്ഠ പൊതുവാളുടെ ജീവചരിത്രം ശ്രീകണ്ഠാമൃതം പുസ്തക പ്രകാശനം പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പുസ്തക പ്രകാശനം നിർവഹിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനിയും ആയുർവേദ ആചാര്യനും സംസ്കൃത പണ്ഡിതനുമായിരുന്ന വൈദ്യർ VP ശ്രീകണ്ഠ പൊതുവാളുടെ ജീവചരിത്രം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു. ഇദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ A. വിമലനാണ് ഗ്രന്ഥകർത്താവ്.
പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ കേരള രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. പത്മശ്രീ VP അപ്പുക്കുട്ട പൊതുവാൾ പുസ്തകം ഏറ്റുവാങ്ങി. ലോകത്തിന് സമുദ്ധാനത്തിന് നടത്തുന്ന ഒരു സമർപ്പണത്തിൻ്റെ ഏറ്റവും ഐശ്വര്യമാണ്. അതുകൊണ്ട് അവിടെ ക്ലാസ് കൊണ്ടവിടെ നടക്കും. ഞാൻ ആദ്യമായിട്ട് അത് കേൾക്കുകയും കാണുകയും ചെയ്തു. ആ കുട്ടിക്ക് ഞാൻ ഉപകാരം പറഞ്ഞു വന്നത് ഭാഷ, ആ ഭാഷാ സാഹിത്യം, ഭാഷാപരമായ ചൈതന്യം, ഭാഷാപരമായ പ്രചോദനം, പ്രവർത്തനം, ഇതെല്ലാം എല്ലാറ്റിനെയും, എല്ലാ സംഘ താല്പര്യങ്ങളെയും ജാതിപര ചിന്തകളെയും അതിലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മഹാശക്തിയാണ് എന്ന് മാത്രം ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഒരു പുസ്തകം രചിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ സാഹചര്യതയാണ് എന്ന് ഞാൻ കരുതുന്നു. ഡോക്ടർ E. ശ്രീധരൻ പുസ്തക പരിചയം നടത്തി. ചടങ്ങിൽ മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VM സന്തോഷ്, സദനം നാരായണൻ, A. പ്രഭാകരൻ, K. ശിവകുമാർ, A. സീതാരാമ പൊതുവാൾ, ഡോക്ടർ A. വിമലൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എരിപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം കുളത്തിന് സമീപത്ത് കൂടി പഴയങ്ങാടിയിലേക്കുള്ള ഓവുചാൽ മഴക്കാലത്തിന് മുന്നേ ശുചീകരിച്ചില്ല. ആശങ്കയോടെ പ്രദേശവാസികൾ. മുൻകാലങ്ങളിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ ശുചീകരണം നടത്തിയിരുന്നു. എന്നാൽ ഇത്തവണ ശുചീകരണം ഒന്നും തന്നെ നടന്നിട്ടില്ല. കാലവർഷം പടിവാതിൽക്കൽ വന്നു നിൽക്കുമ്പോൾ ഏഴോം ഗ്രാമപഞ്ചായത്തിലെ എരിപുരം ശ്രീകൃഷ്ണ ക്ഷേത്രക്കുളത്തിന് സമീപത്തു നിന്ന് പഴയങ്ങാടി ഭാഗത്തേക്കുള്ള ഓവുചാൽ ശുചീകരണം നടത്താത്തത് ഏറെ പ്രതിസന്ധിക്ക് കാരണമാകുന്നു. ചപ്പുചവറുകളും മറ്റ് മാലിന്യങ്ങളും അടിഞ്ഞുകൂടിയ അവസ്ഥയിലാണ് ഇവിടുത്തെ ഓവുചാൽ. എരിപുരത്ത് കുന്നിൻ മുകളിൽ നിന്നുള്ള വെള്ളമുൾപ്പെടെ മഴക്കാലത്ത് കുത്തിയൊഴുകി വരുന്നത് ഈ ഓവുചാലിലൂടെയാണ്. ഇത് പിന്നീട് പഴയങ്ങാടി പുഴയിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. മുൻകാലങ്ങളിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തിയിരുന്നു. എരിപുരം പൊതു ശ്മശാന പറമ്പ് ആ ഭാഗം മുഴുവൻ ഈ കിഴക്ക് ഭാഗത്ത് ആ സൈഡിൽ നിന്ന് മുഴുവൻ വെള്ളം ഇങ്ങോട്ടാണ് വരുന്നത്. മുമ്പ് പാറക്കുളത്ത് നിന്ന് അടക്കം വെള്ളം വന്നുകൊണ്ടിരുന്നതാണ്. അതുപോലെ ടൂറിസ്റ്റ് ബംഗ്ലാവിൻ്റെ അതിൽ വരുന്ന വെള്ളം ഇതിൽ വന്നതാണ്. ഇപ്പോൾ റോഡ് കൾവെട്ട് നേരെ അങ്ങോട്ടാക്കിയതുകൊണ്ട് അതിലെ വെള്ളം പോകും. എന്നാലും നല്ല വെള്ളം ഇതിലൂടെ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഈ വർഷം വൃത്തിയാക്കിയിട്ടേ ഇല്ല. വൃത്തിയാക്കാത്തതുകൊണ്ട് ചിലപ്പോൾ വെള്ളം ഓവർഫ്ലോ ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തിയിട്ടാണ് ചെയ്യൽ. അവർ കുറേ ദിവസം ജോലി ചെയ്ത് വൃത്തിയാക്കി പോകുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടില്ല, ഈ വർഷം ചെയ്ത് കാണുന്നില്ല. എന്നാൽ ഇത്തവണ ശുചീകരണം നടത്താത്തത് ഏറെ പ്രതിസന്ധിക്ക് കാരണമാകുന്നു. ജനകീയ കൂട്ടായ്മയിൽ ഓവുചാൽ ശുചീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ദേശീയപാതയും ഓണക്കുന്ന് പെരളം റോഡും ചേരുന്ന ഭാഗത്ത് അപകടം പതിയിരിക്കുന്നു. പഴയ ദേശീയപാത വഴി വരുന്ന വാഹനങ്ങളുടെയും പെരളം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളുടെയും പരസ്പരം കാഴ്ച മറച്ചുകൊണ്ട് കവലയിൽ കൂറ്റൻ ആൽമരമുണ്ട്. ഇതുകൊണ്ട് തന്നെ പഴയ ദേശീയപാതയിൽ വരുന്ന വാഹനങ്ങൾക്ക് റോഡിന്റെ പകുതിയോളം കയറിക്കഴിഞ്ഞാൽ മാത്രമേ എതിർദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങളെ കാണാൻ കഴിയുകയുള്ളൂ. കൂക്കാനം, കട്ടച്ചേരി, പലിയേരിക്കോവൽ ഭാഗത്തുള്ളവർ ഓണക്കുന്ന് ടൗണിലെത്താതെ പഴയ ദേശീയപാത വഴിയാണ് പയ്യന്നൂരിലേക്ക് പോകുന്നത്. തിരികെ വരുന്ന വാഹനങ്ങളും ഇതുപോലെ തന്നെ. പഴയ ദേശീയപാത വഴി വരുന്ന വാഹനങ്ങൾക്കും പെരളം ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്കും പരസ്പരം കാണുവാൻ സാധിക്കുന്നില്ല. കവലയിൽ കാഴ്ച മറിച്ചുകൊണ്ട് ഒരു കൂറ്റൻ ആൽമരമുണ്ട്. ഇതുകൊണ്ട് തന്നെ പഴയ ദേശീയപാത വഴി വരുന്ന വാഹനങ്ങൾക്ക് റോഡിന്റെ പകുതിയോളം കയറിക്കഴിഞ്ഞാൽ മാത്രമേ എതിർദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങളെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ തൊട്ട് മുന്നിലുള്ള ഈ ആൽമരം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ പെരളം, കട്ടച്ചേരി, കൂക്കാനം ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾ വളരെ കാണണമെങ്കിൽ, വാഹനത്തെ കാണണമെങ്കിൽ ഈ റോഡിൻ്റെ പകുതിയിലെത്തിയാൽ മാത്രമേ തെക്ക് ഭാഗത്തുള്ള വാഹനങ്ങൾക്ക് കിഴക്ക് ഭാഗത്തുള്ള വാഹനത്തെ കാണാൻ കഴിയുള്ളൂ. ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ അപകടവും ചിലപ്പോൾ ജീവഹാനി അടക്കം ഉണ്ടായേക്കാം. അതുകൊണ്ട് അടിയന്തരമായും ഇത്തരത്തിലുള്ള അത്യാവശ്യമായിട്ടുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ ഇവിടെ സ്ഥാപിക്കേണ്ടതുണ്ട്. ഇത് പലപ്പോഴും അപകടമുണ്ടാക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ടിപ്പറും മോട്ടോർ സൈക്കിളും ഇവിടെ കൂട്ടിയിടിച്ചത്. വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റിയെങ്കിലും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മെക്കാഡിംഗ് ടാറിംഗ് റോഡായതിനാൽ വാഹനങ്ങൾക്ക് വേഗത കൂടുതലാണ്. സ്കൂൾ തുറക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ.
നിരവധി സ്കൂൾ കുട്ടികൾ കാൽനടയായും സൈക്കിളിലും ഇതുവഴിയാണ് കടന്നു പോകുന്നത്. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് സുരക്ഷാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കണമെന്ന് നാട്ടുകാർ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. INDP കണ്ണൂർ ജില്ലാ കൺവെൻഷൻ പഴയങ്ങാടി വ്യാപാര ഭവനിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് PM ജോഷുവ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ തദ്ദേശീയ ക്രൈസ്തവർ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ ഇന്ത്യൻ നേറ്റീവ്സ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കൺവെൻഷൻ പഴയങ്ങാടി വ്യാപാരി ഭവനിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഫെലിക്സ് ജോർജിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന പ്രസിഡന്റ് PM ജോഷുവ ഉദ്ഘാടനം ചെയ്തു. സാറിനെ ആ പാർട്ടി ക്ലാസ്സിൽ നിറക്കി വിടുകയുണ്ടായി. ജോഷുവ ഇതിനകത്ത് ഇരിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനം നമുക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും തീരുമാനമെടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നിങ്ങൾ ചിലരെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM-ന് വോട്ട് ചെയ്തവരായിരിക്കും. നമ്മുടെ എത്ര പേര് ആ പാർട്ടിക്കകത്തുണ്ട്? ബഹുഭൂരിപക്ഷം 95% ആൾക്കാരും നമ്മുടെ ജനം CPM-ന് വോട്ട് ചെയ്യുന്നവരാണ്, CPM-ന്റെ അനുഭാവികളാണ്. നമുക്ക് എത്ര MLA-മാരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യോഗത്തിൽ VD ജോസഫ്, PM രാജീവ്, ബാബു നെല്ലിക്കുന്ന്, സുനിൽ കൊയിലേരിയൻ, ബോബൻ എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റായി സുരേന്ദ്രൻ കാവുഞ്ചാൽ, സെക്രട്ടറിയായി സതീഷ് തച്ചൻ, ട്രഷററായി KG വർഗീസ് എന്നിവരെ ജില്ലാ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള ആരോഗ്യ സർവകലാശാല സംസ്ഥാന അത്ലറ്റിക് മീറ്റ് ചൊവ്വാഴ്ച പരിയാരത്ത് തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള ആരോഗ്യ സർവകലാശാല സംസ്ഥാനതല അത്ലറ്റിക് മീറ്റിന് ചൊവ്വാഴ്ച കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സിന്തറ്റിക് ട്രാക്കിൽ തുടക്കമാകും. രാവിലെ 6:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് 3 മണി മുതൽ 6:30 വരെയുമാണ് മത്സരം നടക്കുക. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരള ആരോഗ്യ സർവകലാശാലയ്ക്കു കീഴിൽ വരുന്ന മെഡിക്കൽ, ദന്തൽ, ആയുർവേദ, ഹോമിയോ, നഴ്സിംഗ്, ഫാർമസി, പാരാമെഡിക്കൽ, മറ്റ് അനുബന്ധ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 1000-ൽ പരം അത്ലറ്റുകളാണ് സംസ്ഥാന ഇന്റർസോൺ അത്ലറ്റിക് മീറ്റിലെ വിവിധ മത്സരങ്ങളിലായി മാറ്റുരയ്ക്കുന്നത്. രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അത്ലറ്റിക് മീറ്റിന്റെ ഉദ്ഘാടനം മെയ് 21-ന് ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ നിർവഹിക്കും. ചടങ്ങിൽ ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടൻ വിശിഷ്ടാതിഥിയാകും. മുൻ MLA-യും HDS-ലെ മുഖ്യമന്ത്രിയുടെ പ്രതിനിധിയുമായ TV രാജേഷ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. സംഘാടക സമിതി ചെയർമാൻ M വിജിൻ MLA ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കേരള ആരോഗ്യ സർവകലാശാലയുടെ 10ാമത് സംസ്ഥാന അത്ലറ്റിക് മീറ്റാണ് ഇത്തവണ നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി വൈസ് ചെയർപേഴ്സണും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജുമായ ഡോക്ടർ KP ഷീബ ദാമോദരൻ, ഓർഗനൈസിംഗ് സെക്രട്ടറി ഡോക്ടർ PP ബിനീഷ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജനാർദ്ദനൻ ഇരിങ്ങണ്ണൂർ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ സരിൻ SM, മീഡിയ കമ്മിറ്റി കൺവീനർ അജിത് പാനൂർ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാതമംഗലം യൂണിറ്റ് ജനറൽ ബോഡി യോഗം മാതമംഗലം വ്യാപാര ഭവനിൽ നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാതമംഗലം യൂണിറ്റ് ജനറൽ ബോഡി യോഗവും അനുമോദനവും വ്യാപാര ഭവനിൽ നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. സത്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല, ഒന്നും ചോദിക്കാനുമില്ല. ഈ അടുത്ത കാലത്ത് കൂടുതൽ ഏറ്റവും നല്ല യോഗം 128 ആള് അല്പം മുമ്പ് രജിസ്റ്ററിൽ ഒപ്പിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് 3-4 പേര് ഒപ്പിട്ടിട്ടുണ്ട്. 186 പേരാണ് ഉള്ളത്. ഒട്ടുമുക്കാലും ആളുകൾ യോഗ സ്ഥലത്തെത്തി. നിങ്ങളൊരു സംശയം ചോദിക്കാത്തപ്പം ഞാൻ സംശയിക്കുന്നത് നിങ്ങളുടെ പ്രശ്നമൊന്നും വേണ്ട, വേഗം നമ്മളിത് കഴിച്ചിലാക്കി തരണം എന്നതാണ് നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ ഉദ്ദേശം. ഞാൻ അറിയുകയാണ് നിങ്ങളുടെ മനസ്സിൽ വേറെ ഉദ്ദേശമുണ്ട്. ആ ഇക്കാര്യത്തിന് കണക്കായ സൂത്രം എടുത്തിട്ടുണ്ട്. TP മഹമ്മൂദ് ഹാജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ MB തിലകൻ, രാജൻ തിയ്യറത്ത, K ബാബുരാജ്, TP മുഹമ്മദ് കുഞ്ഞി ഹാജി, രമേശൻ ഹരിത, PK അബ്ദുൽ ഖാദർ മൗലവി, KK സൈദലി, M ജനാർദ്ദനൻ, VK കുഞ്ഞപ്പൻ, TV മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
അധ്യാപകനായ വിനു മുത്തത്തിയുടെ ചന്ദ്രഹാസം എന്ന കഥാസമാഹാരം പയ്യന്നൂരിൽ പ്രകാശനം ചെയ്തു. ഗാന്ധി പാർക്കിൽ നടന്ന ചടങ്ങിൽ കഥാകൃത്ത് പി.വി. ഷാജി പ്രകാശന കർമ്മം നിർവഹിച്ചു. അധ്യാപകനായ വിനു മുത്തത്തിയുടെ ചന്ദ്രഹാസം എന്ന കഥാസമാഹാരം പയ്യന്നൂരിൽ പ്രകാശനം ചെയ്തു. ഗാന്ധി പാർക്കിൽ നടന്ന ചടങ്ങിൽ കഥാകൃത്ത് പി.വി. ഷാജി പ്രകാശന കർമ്മം നിർവഹിച്ചു. വായനാ പ്രതിഭാ പുരസ്കാര ജേതാവ് രാജശ്രീ രാജീവൻ പുസ്തകം ഏറ്റുവാങ്ങി. അത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളൊന്നായിരുന്നു ജയനും നസീറും എൻ്റെ മുതലുകുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാമെന്ന് പറയുന്ന ജോസ് പ്രകാശും നമ്മുടെ സ്വന്തം ദേവനാഥിന് നിർമ്മിച്ച സിനിമയാണ്. അപ്പോൾ അതിൽ വളരെ കുറച്ചും കൂടെ ഒരു പ്രേതാനുഭവങ്ങളുള്ള വിഭാഗത്തിൽപ്പെട്ട ഒരു സിനിമയാണ്. അപ്പോൾ ഞാൻ വി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ കെ.വി. സജീവൻ പുസ്തകം പരിചയപ്പെടുത്തി. ഇ.പി. രാജഗോപാലൻ വിശിഷ്ടാതിഥിയായി. പ്രവീൺ മാസ്റ്റർ, രമേശൻ ബ്ലാത്തൂർ, പി. സുധീഷ്, വിനു മുത്തത്തി, പ്രേംകുമാർ കണ്ണോം എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇന്ത്യയുടെ വിവിധ കോണുകളിൽ നിന്നുമുള്ള മധുരമൂറും മാമ്പഴങ്ങളുമായി പാലക്കോടിലെ പ്രമുഖ സൂപ്പർമാർക്കറ്റായ ഗ്രാൻഡ് സൂപ്പർമാർക്കറ്റിൽ മാംഗോ ഫെസ്റ്റിവലിന് തുടക്കമായി. 24-ൽ പരം വൈവിധ്യമാർന്ന മാങ്ങകളാണ് മാംഗോ ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. മധുരമൂറും മാമ്പഴങ്ങളുടെ വൈവിധ്യവുമായി പാലക്കോട്ടെ പ്രമുഖ സൂപ്പർമാർക്കറ്റായ ഗ്രാൻഡ് സൂപ്പർമാർക്കറ്റിൽ മാംഗോ ഫെസ്റ്റിവലിന് തുടക്കമായി. 24-ലധികം വൈവിധ്യമാർന്ന മാങ്ങകളാണ് മാംഗോ ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. മാങ്ങോ ഫെസ്റ്റ് നമ്മൾ ഈ വർഷം നടത്താൻ ഉദ്ദേശിച്ചാൽ ഉത്തരേന്ത്യൻ നോർത്ത് ഇന്ത്യയിലെ മാങ്ങ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഒരു 28 ഐറ്റംസ് മാങ്ങയാണ് നമ്മൾക്കുള്ളത്. ഇപ്പോൾ അപൂർവങ്ങൾ വളരെ റെയറായിട്ടുള്ള മാങ്ങയാണ്. ഇപ്പോൾ നൈമ പസന്ത്, ദിൽഖുഷ് കേരളത്തിൽ കണ്ടിട്ടുള്ളതൊരു മാങ്ങയാണ്. ഈ ബിസിനസ്സുള്ള ജനങ്ങളിൽ ഈ മാങ്ങനെ എത്തിക്കുക, മാങ്ങനെ അറിയിക്കുക, അതാണ് നമ്മൾ ഉദ്ദേശം മാങ്ങ ഫെസ്റ്റിനെ കുറിച്ചുള്ള. ആവശ്യക്കാർ ഏറെയുള്ള അൽഫോൻസ, മൽഗോവ, കോക്കുമല്ലി, റുമാനി, തോട്ടാപുരി തുടങ്ങിയ ഇന്ത്യൻ മാങ്ങകൾ, മൂവാണ്ടൻ, ബദാമി, കളപ്പാടി, ചക്കരക്കുട്ടി, കേസരി, സിന്ദൂരം, നീലം, പഞ്ചവർണം തുടങ്ങിയ നാടൻ മാങ്ങകളൊക്കെ ഉൾപ്പെടുത്തി വൈവിധ്യമാർന്ന മാമ്പഴശേഖരമാണ് ഗ്രാൻഡ് സൂപ്പർമാർക്കറ്റിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെ മാംഗോ ഫെസ്റ്റിവൽ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും വാങ്ങി ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇത് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തും വാങ്ങി ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഇതിൽ 24 ഐറ്റംസ് വാങ്ങി ഇപ്പോൾ ഷോപ്പിൽ ഓൾറെഡി ഉണ്ട്. ഇതിലൊരു 10 ഐറ്റംസ് വാങ്ങിയും കൂടി 2 ദിവസത്തിനുള്ളിൽ എത്താനുണ്ട്. അത് യു പി കൊണ്ട് മഴയും കാണാനായതുകൊണ്ട് കട്ടിങ് നടന്നിട്ടില്ല. നമ്മളിൽ തോട്ടം പരിപാടിയാണ്. ഡയറക്റ്റ് തോട്ടത്തിൽ ഒരു സാധനങ്ങളല്ല നമ്മളത്. ഫ്രൂട്ട്സ് കംപ്ലീറ്റ് എല്ലാം തോട്ടം പരിപാടിയാണ് നമ്മളത്. മാങ്ങ നമ്മളിൽ എല്ലാ ഐറ്റംസും വെങ്ങരപ്പള്ളി, മല്ലിക, കാലാപ്പാടി, ചക്കരക്കുട്ടി, പിന്നെ ഗുൽഗാത്തി, ലോലിപോപ്പ്, ദിൽഖുഷ്, സുന്ദരി, ദസരി, പഞ്ചാര, കിളിമാംഗോ, റാംബോ, ലാപ്സാൻഡ്, റുമാനിയ, മല്ലിക, സ്പെഷ്യൽ മല്ലിക, സോത്താപൂരി, സിന്ദൂരം, ലോലിപോപ്പ് എല്ലാ ഐറ്റംസും വാങ്ങി. ഒരു 10 ഐറ്റംസ് വാങ്ങി വരാനിടത്ര. ഇപ്പോൾ 24 ഐറ്റംസ് ഉണ്ട്. 2 ദിവസം കൊണ്ടുള്ളിൽ വില വൻ ഓഫറിലാണ് കൊടുക്കുന്നത്. വില വൻ ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത്. വെങ്ങരപ്പള്ളി മാങ്ങ കൊടുക്കുന്നത് 89 റുപ്യക്ക്, മല്ലിക കൊടുക്കുന്ന 1.5 കിലോ 100 റുപ്യക്ക് മല്ലിക. എവിടെയും കിട്ടൂല. മല്ലിക 1.5 കിലോ 100 എവിടെയും കിട്ടൂല. ഞങ്ങൾക്ക് എവിടെയും കിട്ടൂല. അത്രയ്ക്ക് ഓഫറിൽ വിപണിയിൽ എവിടെയും കിട്ടൂല. 120 മാങ്ങ നമ്മൾ 89 വെങ്ങരപ്പള്ളി കൊടുക്കുന്നത്. അതേമാതിരി പിന്നെ ഇമാ പസന്ത് ബോംബെയിൽ തന്നെ മഹാരാഷ്ട്ര ഏരിയയിൽ തന്നെ 300 രൂപ ഉണ്ട്. അതിന് നമ്മൾ കൊടുക്കുന്നത് 99 റുപ്യക്കാണ്. പിന്നെ മല്ലിക 10-40 വർഷത്തെ ഫീൽഡിൽ ഇതിലൊരാളാണ് ഞാൻ. എല്ലാവർക്കും തന്നെ അറിയാം. പഴയങ്ങാടി കണ്ണൂരിൽ അറിയപ്പെടുന്ന, കണ്ണൂർ ജില്ലയിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഫെസ്റ്റിവൽ എൻ്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ട് കാണുന്നത്. 10-40 വർഷം വരെ തന്നെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക. ഈ മാങ്ങൻ്റെ മാതിരങ്ങൾ അതത്രേ ഉള്ളൂ ബിസിനസ് അല്ല ഉദ്ദേശിക്കുന്നത്. മാമ്പഴങ്ങളുടെ വൈവിധ്യങ്ങൾക്കു പുറമെ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വിലക്കുറവും മാമ്പഴത്തോട്ടങ്ങളിൽ നിന്നും ഇടനിലക്കാരില്ലാതെ എത്തിക്കുന്നതിനാൽ ഗുണമേന്മയും ഈ മാംഗോ ഫെസ്റ്റിലെ മാങ്ങകൾക്കുണ്ടെന്ന് ഗ്രാൻഡ് സൂപ്പർമാർക്കറ്റ് അവകാശപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കൈപ്പാട് അരി കൊണ്ട് നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രം പഴയങ്ങാടി മുട്ടുകണ്ടി റോഡിൽ തുറന്നു. മലബാർ കൈപ്പാട് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വിപണന കേന്ദ്രം പ്രശസ്ത ചലച്ചിത്ര നടൻ പി. കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൈപ്പാട് അരി, കൈപ്പാട് അവിൽ, പുട്ടുപൊടി, പത്തിരിപ്പൊടി, നൂൽപുട്ടുപൊടി, ഇടിയപ്പം പൊടി, കൈപ്പാട് അരിയുണ്ട, അരിപ്പായസം, പോഷണ കൈപ്പാട് ന്യൂട്രിമിക്സ്, ഉണക്കച്ചെമ്മീൻ, പായസം മിക്സ്, പാലട, അച്ചാറുകൾ എന്നിവ വിപണന കേന്ദ്രത്തിൽ ലഭ്യമാകും. വിപണന കേന്ദ്രത്തിന്റെ ആദ്യ വിൽപ്പനയും ഉദ്ഘാടനവും പ്രശസ്ത സിനിമാ താരം പി. കുഞ്ഞികൃഷ്ണൻ നിർവഹിച്ചു. എക്സ് സർവീസ്മെൻ മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് കെ. നരേന്ദ്രൻ നമ്പ്യാർ ഏറ്റുവാങ്ങി. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആളുകൾ ചെയ്യുന്ന എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി ഏതാന്ന് പറഞ്ഞാൽ എന്താണ്?
എളുപ്പത്തിൽ ഇപ്പോൾ നെൽകൃഷിക്കാർ ചെയ്യുന്ന എന്താണ്, വലിയ അധ്വാനമൊന്നുമില്ല, ഒന്ന് പൂട്ടിയിട്ട് വിത്ത് ഇട്ട് കൊടുത്താൽ കൃഷിയാവും, വേറെ ആരും തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. ഏതാത് മുണ്ടകൻ കൊയ്ത്താണ്. മുണ്ടകൻ കൃഷിയാണ് വ്യാപകമായി നടന്നു വരുന്നത്. പക്ഷെ നേരത്തെ 3 വിള എടുത്ത കണ്ടത്തിൽ വയലിൽ ഇപ്പോൾ ഒറ്റ വിള മാത്രമേ ഉള്ളൂ, അത് മുണ്ടകനാണ്. പക്ഷെ നമുക്ക് തിരിച്ചു പിടിക്കണം. സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി കൃഷി വകുപ്പ് മുഖാന്തരം ഇഷ്ടം പോലെ സബ്സിഡി കൊടുക്കുന്നുണ്ട്, ഇല്ലേ? കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു. എം കെ സുകുമാരൻ, ഡോക്ടർ ടി വനജ, സുരേന്ദ്രൻ എ, പി ഗോവിന്ദൻ, ടി നിഷ, കെ രതി, ജസീർ അഹമ്മദ്, ബി സുഷ, വി പ്രസന്നൻ, നിഷ ജോസ്, സുനീഷ്, ഒ വി വിജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ തെരു മൈത്രി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കോൽക്കളി ആചാര്യൻ ഇടവലത്ത് കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ അനുസ്മരണവും കോൽക്കളി ചരടുകുത്തി കോൽക്കളി അഭ്യസിച്ചവരുടെ അരങ്ങേറ്റവും നടന്നു. പയ്യന്നൂർ തെരു കസ്തൂർബ സ്മാരക വായനശാല മൈതാനിയിൽ നടന്ന പരിപാടി ടി ഐ മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ തെരു മൈത്രി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കോൽക്കളി ആചാര്യൻ ഇടവലത്ത് കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ അനുസ്മരണവും പുതിയ കോൽക്കളി ബാച്ചിന്റെ അരങ്ങേറ്റവും നടന്നു. ടി ഐ മധുസൂദനൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരള പീപ്പിൾസ് ആർട്സ് സെന്ററിൽ കഴിച്ചിട്ടുള്ളവർ കായംകുളത്തെ കേരളത്തിൽ ദീപുഴക്കം സൃഷ്ടിച്ചിട്ടുള്ള നാടക സംഘത്തിലെ അംഗമാണ് KPSC പേരോട് കൂടിയിട്ട് അറിയപ്പെടുന്നു. കേരള ഫോക്ലോർ അക്കാദമി പ്രോഗ്രാം ഓഫീസർ PV ലവ്ലിൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ M പ്രസാദ്, TP അനിൽകുമാർ, അത്തായി പത്മിനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഡോക്ടർ C സന്തോഷ് ഗുരുക്കളുടെ ശിക്ഷണത്തിൽ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെട്ട 43ഓളം കലാകാരന്മാരാണ് നീണ്ട 10 മാസത്തെ പരിശീലനത്തിനു ശേഷം അരങ്ങേറ്റം നടത്തിയത്. പരിശീലന സഹായിയായി മഞ്ചേഷ് കുമാർ KVയും കോൽക്കളി പരിശീലനത്തിന്റെ ഏകോപനം സന്തോഷ് കുമാർ TTVയുമായിരുന്നു. ബാബു PV ആണ് കോൽക്കളി പാട്ട് പാടിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുകുന്ന് കണ്ണപുരം യൂണിറ്റ് ജനറൽ ബോഡി യോഗവും ആശ്രയ പദ്ധതി ധനസഹായ വിതരണവും കണ്ണപുരം ബാങ്ക് ഹാളിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. വ്യാപാര മേഖലയിൽ കടുത്ത വെല്ലുവിളികളും പ്രതിസന്ധികളുമാണ് വ്യാപാരികൾ നേരിടുന്നതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി. കാർഷിക വ്യവസായ മേഖലയിലെ പ്രതിസന്ധി വ്യാപാരികളെയും ബാധിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുകുന്ന് കണ്ണപുരം യൂണിറ്റ് ജനറൽ ബോഡി യോഗവും ആശ്രയ പദ്ധതി ധനസഹായ വിതരണവും കണ്ണപുരം ബാങ്ക് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാന്യമായി സമാധാനപരമായി ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ ആവശ്യമായ വരുമാനം കിട്ടുന്ന തരത്തിൽ നമ്മുടെ ആളുകൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പഠിക്കാനും ജോലിക്കുമായി അന്യ രാജ്യങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ആളുകളില്ല, പണിയെടുക്കാൻ ആളെ കിട്ടുന്നില്ല. വിലവർദ്ധനവ് കാരണം നിർമ്മാണ മേഖല തകർന്നു, കാർഷിക മേഖല തകർന്നു. യുവതീ യുവാക്കൾ വിദ്യാഭ്യാസത്തിനും തൊഴിലിനും ആശ്രയിക്കുന്നത് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളെയാണ്. ജീവിതത്തിൽ മെച്ചപ്പെട്ട സമ്പാദ്യം വേണമെന്ന ആഗ്രഹത്തോടെയാണ് ഇവർ വിദേശ രാജ്യത്തേക്ക് പോകുന്നത്. കേരളത്തിൽ എല്ലാ മേഖലയിലും ഇന്ന് അതിഥി തൊഴിലാളികളാണ് ജോലി ചെയ്തു വരുന്നത്. കാർഷിക വ്യവസായ മേഖലയിലെ തകർച്ച വ്യാപാരികളെ ദോഷകരമായി ബാധിക്കുന്നുവെന്നും ദേവസ്യ മേച്ചേരി പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് CV ജാഫർ സാദിഖ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PK ആരിഫ്, ജില്ലാ ട്രഷറർ AP തിലകൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ തിയ്യാറത്ത്, TP ഗോപിനാഥൻ, KS റിയാസ്, ഡോക്ടർ KP പത്മിനി, P ജിതേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരി കുടുംബത്തിൽ അംഗമായ കുടുംബത്തിന് ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ വിതരണം ചെയ്തു. അവശത അനുഭവിക്കുന്ന വ്യാപാരികൾക്ക് ചികിത്സാ സഹായ വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
കാങ്കോൽ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ വാർഷികാഘോഷ പരിപാടികൾക്ക് സമാപനമായി. സമാപന സമ്മേളനം ടി മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ വായനശാല ഓഡിറ്റോറിയത്തിൽ വെച്ച് 2 ദിവസം നീണ്ടുനിന്ന കാങ്കോൽ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ വാർഷികാഘോഷ പരിപാടികൾ സമാപിച്ചു. സമാപന സമ്മേളനം ടി മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ഗ്രന്ഥാലയം. ഇവിടുത്തെ പുസ്തകങ്ങളൊക്കെ ജീവനുള്ള പുസ്തകമാവണമെങ്കിൽ ആ പുസ്തകങ്ങൾ എല്ലാവരും എടുത്ത് വായിക്കുന്ന ശീലത്തിലേക്കെത്തണം. LSS 4ാം ക്ലാസ് കഴിഞ്ഞ് 5ാം ക്ലാസ്സിലേക്ക് എത്തിയവരാണ് LSS. 7ൽ നിന്ന് 8ലേക്ക് എത്തിയവരാണ് USS. 10ൽ നിന്ന് +1ലേക്ക് പോകുന്നവരാണ് SSLC. എൻട്രൻസ് കോച്ചിങ്ങിന് ഗ്രാജുവേഷനൊക്കെ പോകുന്നതിന് ഒരുങ്ങി നിൽക്കുന്നവരാണ് +2 വിദ്യാർത്ഥികൾ. 19 വരെയാണ് ഇവിടെ ആദ്യക്കാരുള്ളതെന്നാണ് തോന്നുന്നത്. 29 ചടങ്ങിൽ വാർഡ് മെമ്പർ PM വത്സല അധ്യക്ഷത വഹിച്ചു. വൈക്കത്ത് നാരായണൻ മാസ്റ്റർ, UV സുഭാഷ്, PP സിദിൻ, U പ്രഭ, E രവി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് വെള്ളൂർ സെൻട്രൽ ആർട്സിന്റെ ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന തെരുവ് നാടകവും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വെള്ളൂരിലെ ജനകീയ നേതാവായിരുന്ന M കൃഷ്ണന്റെ അനുസ്മരണ സമ്മേളനം വെള്ളൂർ ജനകീയ കലാസമിതി പരിസരത്ത് നടന്നു. അനുസ്മരണ യോഗം ടി മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. വെള്ളൂരിലെ ജനകീയ നേതാവായിരുന്ന M കൃഷ്ണന്റെ അനുസ്മരണ സമ്മേളനം വെള്ളൂർ ജനകീയ കലാസമിതി പരിസരത്ത് നടന്നു. ടി മധുസൂദനൻ MLA അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. വേണമെങ്കിൽ ഒരു നാട്ടിൻ്റെ വെളിച്ചമായി നിറഞ്ഞു നിന്ന് സകലമാന കാര്യങ്ങളിലും ഇടപെട്ട് വന്നിട്ടുള്ള അദ്ദേഹത്തിനതിന് സംഘടനാപരമായിട്ടുള്ള വലിയ സ്ഥാനങ്ങളോ ചുമതലകളോ മറ്റേതെങ്കിലും രീതിയിൽ ചുമതലപ്പെടുത്തി നിർവഹിക്കുന്ന നിലയിലുള്ള കാര്യങ്ങളോ ആയിട്ടല്ല, സ്വയം കണ്ടറിഞ്ഞ് ഏറ്റെടുത്ത് പ്രവർത്തിച്ചു വന്നിട്ടുള്ള ഒരാളാണ്. അങ്ങനെയാണ് അദ്ദേഹം എല്ലാവരുടെയും മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനം നേടിയെടുത്തിട്ടുള്ളത് എന്നത് ഇവിടെ സന്നിഹിതരായിട്ടുള്ളവരോട് പ്രത്യേകിച്ച് പറയേണ്ടതല്ല. വീനാനാട്ടനും ശ്രീകൃഷ്ണനാട്ടനും ഇവിടെ സ്ഥിരമായിട്ട് ബന്ധപ്പെടുന്ന വളരെ ദീർഘകാലത്തെ ബന്ധമുള്ളവരെന്ന നിലയ്ക്ക് അവരുടെ ഓർമ്മകളിലെ ചെറിയ ഭാഗം ഇവിടെ പങ്കുവച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കൃഷ്ണേട്ടനൊക്കെ പോലുള്ള ഒരു തലമുറ ഇങ്ങനെ ആവുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പഠനാർഹമായിട്ടുള്ള വിഷയം. അതിലൊന്ന്, അവർ പ്രവർത്തിച്ചു വന്നിട്ടുള്ളൊരു മേഖലയുടെ സവിശേഷതയുണ്ട്. അത് കൂട്ടമായിരുന്ന് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, നാട്ടിലെ തനതായിട്ടുള്ള വിഷയങ്ങൾ, കുടുംബങ്ങളിലെ കാര്യങ്ങൾ, വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഓരോരോ കാര്യവും ഒരു തൊഴിലിടത്തിലിരുന്ന് എപ്പോഴും ചർച്ച ചെയ്ത് അഭിപ്രായ സ്വരൂപണം ഉണ്ടാക്കി എങ്ങനെയാണ് നാട്ടിൽ എല്ലാവർക്കും ഗുണപരമാവുന്ന തൃപ്തികരമാവുന്ന രീതിയിൽ കാര്യങ്ങൾ നിർവഹിച്ച് പോകാൻ സാധിക്കുക എന്നതിൻ്റെ ഒരു കൂട്ടായ ജോലിക്കിടയിലെ സാമൂഹ്യമായ ഈ ഒരു പങ്കുവെക്കലിൻ്റെ സൃഷ്ടിയാണ് കൃഷ്ണേട്ടനെ പോലുള്ള പൊതുവ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നത്. സി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വി കുഞ്ഞികൃഷ്ണൻ, വി നാരായണൻ, അഡ്വക്കേറ്റ് പി സന്തോഷ്, കെ വി ബാബു, മനോജ് കാന, കെ പി ജ്യോതി, ജയൻ, കരുണാകരൻ തുടങ്ങി കലാ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ നിരവധി പേർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരിവെള്ളൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓണക്കുന്നിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഓണക്കുന്ന് ധന്യ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വ്യാപാരി വ്യവസായി പയ്യന്നൂർ മേഖലാ പ്രസിഡന്റ് ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾക്ക് കേരള സർക്കാർ പ്രഖ്യാപിച്ച 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഉടൻ നൽകണമെന്ന് വ്യാപാരി വ്യവസായി കരിവെള്ളൂർ യൂണിറ്റ് കൺവെൻഷൻ പ്രമേയമായി ആവശ്യപ്പെട്ടു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരിവെള്ളൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓണക്കുന്നിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. വ്യാപാരി വ്യവസായി പയ്യന്നൂർ മേഖലാ പ്രസിഡന്റ് ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. കൊടുക്കുന്നതിൽ തന്നെ നമുക്ക് വ്യാപാരികൾക്ക് വളരെ ബുദ്ധിമുട്ട്. കാരണം നമുക്കറിയാം, ഇന്നത്തെ ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, വലിയ വലിയ മാളുകൾ ഒക്കെ മുമ്പൊക്കെ അത് വലിയ വലിയ
ടൗണിലും കോർപ്പറേഷനിലൊക്കെയാണ് ഉണ്ടായിട്ടത്. ഇപ്പൊ ചെറിയ പട്ടണങ്ങളിൽ പോലും ഇങ്ങനെയുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ വന്നതുകൊണ്ട് ചെറുകിട വ്യാപാരികളെ ഉന്മൂലനം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. ചടങ്ങിൽ കെ സുരേഷ് കുമാർ അധ്യക്ഷനായി. ഇ കെ നമ്പ്യാർ, വി എം നാരായണൻ നമ്പൂതിരി, എ വി മാധവൻ, സുകുമാരൻ എ.വി.ടി, കെ എസ് നാഗേഷ് പൈ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ ശ്രീ നമ്പ്യാത്രക്കോവിൽ ശിവക്ഷേത്രം പുതിയ ഗോപുര നിർമ്മാണത്തിനുള്ള ധനസമാഹരണത്തിന്റെ ഉദ്ഘാടനവും കുറ്റിയടിക്കൽ കർമ്മവും ക്ഷേത്രത്തിൽ നടന്നു. പയ്യന്നൂർ ശ്രീ നമ്പ്യാത്രക്കോവിൽ ശിവക്ഷേത്രം പുതിയ ഗോപുര നിർമ്മാണത്തിനുള്ള ധനസമാഹരണത്തിന്റെ ഉദ്ഘാടനവും കുറ്റിയടിക്കൽ കർമ്മവും ക്ഷേത്രത്തിൽ വച്ച് നടന്നു. തെക്കിനിയേടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് കുറ്റിയടിക്കൽ ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നാട്ടുകാരും ഭരണസമിതിയും തീർച്ചയായും നാട്ടുകാരുടെ സഹകരണം പൂർണ്ണമായി ഇതിനുണ്ട്. ഭരണസമിതിയിൽ പൂർണ്ണമായും വിശ്വാസമുണ്ട് എന്ന് കരുതുന്നവനാണ് ഞാൻ. അതുകൊണ്ടാണല്ലോ ഇത്രയും പ്രവൃത്തികൾ നടന്നു പോകുന്നത്. ആസന്ന ഭാവിയിൽ തന്നെ ഉദ്ദേശിച്ച തരത്തിലുള്ള കഥാകൃത്ത് ടി പത്മനാഭൻ, ടി ഐ മധുസൂദനൻ MLA, ഡിവൈഎസ്പി എം ഉമേഷ്, എസ് മുരളീധര ഷേണായി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സജ്ന അജിത്തിൽ നിന്ന് ആദ്യ ഫണ്ട് കഥാകൃത്ത് ടി പത്മനാഭൻ ഏറ്റുവാങ്ങി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1991 SSLC ബാച്ച് കൂട്ടായ്മ മയിൽപീലിയുടെ ദശവാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഒരു വർഷക്കാലം നീണ്ടുനിൽക്കുന്ന വിവിധ പരിപാടികളുടെ സമാപനം സ്കൂളിൽ നടന്നു. സമാപന സമ്മേളനം ടി. മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1991 SSLC ബാച്ച് കൂട്ടായ്മയായ മയിൽപീലിയുടെ ദശവാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഒരു വർഷക്കാലം നീണ്ടുനിന്ന വിവിധ പരിപാടികൾ സമാപിച്ചു. സമാപന സമ്മേളനം പ്രശസ്ത നോവലിസ്റ്റ് ഡോക്ടർ സോമൻ കടലൂർ ഉദ്ഘാടനം ചെയ്തു. അവിടെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ, അവിടെ പ്രചോദിപ്പിച്ചപ്പോൾ, അവിടെ പറയാൻ അനുവദിച്ചപ്പോൾ ആ കുഞ്ഞുമോൾ പറഞ്ഞെന്തറിയും, ടീച്ചറായി പൂമ്പാറ്റ എന്നത് അതിൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരായിരുന്നു. ചിത്രശലഭം എന്നത് അതിൻ്റെ സ്കൂളിലെ ഔദ്യോഗികമായ രജിസ്റ്ററിലെ ടീച്ചേഴ്സൊക്കെ വിളിക്കുന്ന പേരായിരുന്നു. ടീച്ചർ അപ്പോൾ തന്നെ ആ കുഞ്ഞുമോൾ കെട്ടി വിളിച്ചു. ആ ഉത്തരത്തിൻ്റെ ആഴങ്ങൾ ആലോചിച്ചതും പൂമ്പാറ്റയ്ക്ക് വീടുന്നതും പൂമ്പാറ്റയ്ക്ക് അച്ഛനമ്മമാരുന്നതും പൂമ്പാറ്റയ്ക്ക് സ്കൂളുണ്ടതും പൂമ്പാറ്റയ്ക്ക് ടീച്ചേഴ്സ് ഉണ്ടതും പൂമ്പാറ്റയും മനുഷ്യരാണ്, പൂമ്പാറ്റയെ തന്നെ പോലെ യൂണിഫോം ധരിച്ചൊരു കുഞ്ഞു മോളാണെന്നുള്ള തോന്നലുണ്ടാക്കുന്ന പച്ചയിലേക്കും പടർപ്പിലേക്കും. തുടർന്ന് മയിൽപീലി അംഗങ്ങളുടെ മുഴുവൻ വിവരങ്ങളും ഉൾപ്പെടുത്തിയ ഡയറക്ടറെ ഡോക്ടർ സോമൻ കടലൂർ മുൻ അധ്യാപകൻ കുഞ്ഞിരാമൻ മാസ്റ്റർക്ക് നൽകി പ്രകാശനം ചെയ്തു. അമ്മയും കുഞ്ഞും പ്രശ്നോത്തരി വിജയികൾക്കുള്ള ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് പി മിനി ടീച്ചർ വിതരണം ചെയ്തു. 10ാം വാർഷികത്തിന്റെ ലോഗോ ഡിസൈൻ ചെയ്ത സഹപാഠി വിനോദ് പെരളത്തെയും മയിൽപീലി അംഗങ്ങളുടെ നൃത്തം ചിട്ടപ്പെടുത്തിയ രാധാകൃഷ്ണൻ മാസ്റ്ററെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. മയിൽപീലി കൂട്ടായ്മയുടെ സ്കൂളിലേക്കുള്ള സ്നേഹസമ്മാനം ചടങ്ങിൽ വെച്ച് ഹെഡ്മിസ്ട്രസിന് കൈമാറി. ഹരിജിത്ത് PV, കെ രാജീവൻ, കെ സുരേഷ് ബാബു, ദീപ VP, ശോഭ, ശ്രീജിത്ത് കുമാർ PC തുടങ്ങിയവർ സംസാരിച്ചു. KP സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മയിൽപീലി കൂട്ടായ്മയിലെ അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും ജയൻ ഇയക്കാടിന്റെ ഫ്ലൂട്ട്, സാക്സഫോൺ, ഫ്യൂഷൻ നൈറ്റ് എന്നിവ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ബാലസംഘം പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹാപ്പിനെസ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. വെള്ളൂർ നാടകപ്പുരയിൽ നാടൻ കളികൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടാണ് പരിപാടികൾ നടന്നത്. ബാലസംഘം പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹാപ്പിനെസ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. വെള്ളൂർ നാടകപ്പുരയിൽ നാടൻ കളികൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടാണ് പരിപാടികൾ നടന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം ബാലസംഘം കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ AV രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. നാടൻ കളികൾ, കലാപരിപാടികൾ, സംഗീതശില്പം, ഗ്രൂപ്പ് സോങ്, ചെണ്ട ഫ്യൂഷൻ, സിനിമാറ്റിക് ഡാൻസ് തുടങ്ങിയ പരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബസ്സിൽ തട്ടിത്തെറിച്ചു വീണ ബൈക്ക് യാത്രികന്റെ ദേഹത്ത് കാറ് കയറി മരണപ്പെട്ടു. കണ്ണപുരം മാറ്റാങ്കിയിൽ ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് അപകടം നടന്നത്. കണ്ണപുരം തെക്കുംപാടൻ വീട്ടിൽ മണിയാണ് മരണപ്പെട്ടത്.
ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ചെറുപുഴ കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് സ്റ്റാൻഡ് ചുറ്റി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തി. പോലീസ് വലയം ഭേദിച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക് തള്ളിക്കയറുവാൻ ശ്രമം നടന്നത് പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷത്തിന് കാരണമായി. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് ത്രിദിന ധർണ നടത്തുന്നു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷനും NGO യൂണിയനും സംയുക്തമായാണ് മെയ് 21 മുതൽ 3 ദിവസം നീളുന്ന സത്യാഗ്രഹം നടത്തുന്നത്. കണ്ണൂർ ജില്ലയുടെ നെല്ലറയായ ഏഴോത്ത് കൈപ്പാട് കൃഷിക്ക് നിലമൊരുക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. പ്രതിസന്ധികൾക്കിടയിലും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് നിലമൊരുക്കൽ പ്രവൃത്തി നടന്നുവരുന്നത്. ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.